ഒഴികഴിവില്ലാതെ പ്രസരണ നഷ്ടമില്ലാതെ സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി ഏറ്റവും ഗുണം ഇതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ നിത്യരക്ഷ, അഭിലാഷം എന്ന് പറയുന്നത് എന്താണ്? അനുദിന ആവശ്യങ്ങൾ. അപ്പം അനുദിന ആവശ്യങ്ങൾ നിത്യരക്ഷയും ഒറ്റ പാക്കേജിൽ കിട്ടണത് എന്താണ്? അത് ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് പരിശുദ്ധാത്മാ രൂപകൽപ്പന ചെയ്ത ദൈവാനുഭവത്തിൻ്റെ ദൈവസംരക്ഷണത്തിൻ്റെ കൃപാസനത്തിലാണെങ്കിൽ നടക്കുന്നത് അതിനേക്കാൾ ശക്തമായ ഉടമ്പടിയാണ്. കാര്യം മാതാവാണ് ഇതിൻ്റെ പ്രയോക്താവും മാധ്യസ്ഥയും ഉടമ്പടിയുടെ. അപ്പം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ഇല്ലായ്മകളിലും പരിഹാരമാകാൻ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് ഭാഗമാക്കാക്കുന്നത് ഒരു മരിയൻ കാഴ്ചപ്പാടാണ്. അതാണ് യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അവർക്ക് വീഞ്ഞ് അവിടെ ഇല്ലായ്മ പറയേണ്ട ആൾ യേശു ആണെന്ന് ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് മറിയമാണ്. കാര്യം മറിയത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചതെന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും. ഇപ്പോഴും പരിശുദ്ധാത്മ പറയണത് യേശുവാണല്ല. മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ആദ്യം കൈമാറിയ സ്ത്രീ രക്ഷാകര ചരിത്രത്തിലെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ദൈവം കൊടുത്ത പരിശുദ്ധ അമ്മ യേശു ആരാണെന്നുള്ള മുഴുവൻ വെളിപാടുകളുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ ഇല്ലായ്മ വന്നപ്പോഴും യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും മരിയൻ ഉടമ്പടിയിൽ എന്നും ഇതുപോലെ കനായിലെ കല്യാണത്തിൽ എന്നതുപോലെ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി യേശുവിനോട് എന്നും നിനക്കത് ലഭിക്കുന്നത് വരെ അമ്മ നിൻ്റെ ആ ഉടമ്പടിയുടെ കാവൽക്കാരിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിഷൻ അവൻ പറയണ പോലെ ചെയ്തെന്നാണ് മരിയൻ മിഷൻ. ആ മരിയൻ മിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ നോൻപ് കാലത്ത് അർത്ഥവത്തായിട്ട് ഊർജ്ജസ്വരമായിട്ട് ചെയ്യാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.